നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തായ്ലൻഡ് സന്ദർശനത്തിനിടെ യുവ ഡോക്ടർ മുങ്ങി മരിച്ചു. ചാലക്കുടി പോട്ട തച്ചുടപ്പറമ്പ് മുണ്ടക്കത്തുപറമ്പിൽ വീട്ടിൽ സദാനന്ദന്റെ മകൻ രാഹുലനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ 16 വരെയുള്ള ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് 5,92,22,035 രൂപയും 2 കിലോയിലേറെ സ്വർണവും 9 കിലോഗ്രാമിലേറെ വെള്ളിയും. ക്ഷേത്രത്തിൽ തുലാം 1 മുതൽ ദർശന സമയം കൂട്ടി. മാള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യുവ ഡോക്ടർ തായ്ലൻഡ് സന്ദർശനത്തിനിടെ മുങ്ങി മരിച്ചു. ചാലക്കുടി പോട്ട തച്ചുടപ്പറമ്പ് മുണ്ടക്കത്തുപറമ്പിൽ വീട്ടിൽ സദാനന്ദന്റെ മകൻ 37 വയസ്സുള്ള ഡോക്ടർ രാഹുലനാണ് തായ്ലൻഡ് സന്ദർശനത്തിനിടെ മുങ്ങി മരിച്ചത്. ട്രിച്ചി റെയിൽവേ ഡിവിഷണൽ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ രാഹുലൻ ഭാര്യ ഡോക്ടർ ബേബി മിനുവുമൊത്ത് ഒരാഴ്ചത്തെ വിനോദയാത്രയ്ക്കായി ഈ മാസം 12-നാണ് തായ്ലൻഡിൽ എത്തിയത്. പിറ്റേന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനിടെ ഉച്ചഭക്ഷണത്തിനു ശേഷം കടലിലെ ആഴമില്ലാത്ത ഭാഗത്ത് നീന്താനിറങ്ങിയ രാഹുലൻ മുങ്ങിത്താഴുകയായിരുന്നു. ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലും തുടർന്ന് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രാത്രി 8 മണിയോടെ മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ഇന്ന് വൈകിട്ട് വീട്ടിൽ എത്തിക്കും. സംസ്കാരം 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ചാലക്കുടി മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ 16 വരെയുള്ള ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് 5,92,22,035 രൂപ, 2 കിലോയിലേറെ സ്വർണവും 9 കിലോഗ്രാമിലേറെ വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെയും 1000 രൂപയുടെയും 5 വീതവും 500-ന്റെ 21 കറൻസി ലഭിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണലിന്റെ ചുമതല. കിഴക്കേനട SBI ഇ ഭണ്ഡാരം വഴി 3,02,313 രൂപയും കിഴക്കേനട പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇ ഭണ്ഡാരം വഴി 11,620 രൂപയും പടിഞ്ഞാറേനടയിലെ UBI ഇ ഭണ്ഡാരം വഴി 96,594 രൂപയും ഇന്ത്യൻ ബാങ്ക് ഇ ഭണ്ഡാരം വഴി 24,216 രൂപയും ICICI ഇ ഭണ്ഡാരം വഴി 50,666 രൂപയും ധനലക്ഷ്മി ബാങ്ക് ഇ ഭണ്ഡാരം വഴി 1,50,464 രൂപയും ലഭിച്ചു. അതിനിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാം 1 മുതൽ ദർശന സമയം കൂട്ടി. ഗുരുവായൂരിൽ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനത്തിനായി ദേവസ്വം ഭരണസമിതിയാണ് ദർശന സമയം കൂട്ടിയത്. തുലാം 1-ാം തീയതിയായ ഒക്ടോബർ 18 ശനിയാഴ്ച മുതൽ ക്ഷേത്രത്തിൽ പുലർച്ചെ 3-ന് നട തുറന്നാൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഇനി നടയടയ്ക്കൂ. ഉച്ചയ്ക്ക് ക്ഷേത്രം 1 മണിക്കൂർ മാത്രമാണ് അടയ്ക്കുക. വീണ്ടും വൈകിട്ട് 4-ന് നട തുറന്ന് രാത്രി 9 വരെ ദർശനം തുടരും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അഴീക്കോട് മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റ തൊഴിലാളിക്ക് സഹായവുമായി എത്തിയ പോലീസ് ബോട്ട് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. മറ്റൊരു മത്സ്യബന്ധന വെള്ളം പോലീസ് ബോട്ടിനെ കരയിൽ എത്തിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. വാകച്ചാർത്ത് എന്ന വള്ളത്തിലെ തൊഴിലാളി പോണത്ത് ബാഹുലയനാണ് മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റത്. ഇയാളെയും കൊണ്ട് മടങ്ങുകയായിരുന്ന തീരദേശ പോലീസ് ബോട്ട് യന്ത്രത്തകരാറിനെ തുടർന്ന് കടലിൽ അകപ്പെടുകയായിരുന്നു. പരിക്കേറ്റയാളും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേർ ബോട്ടിലുണ്ടായിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ക്യാപ്റ്റൻ എന്ന വള്ളം പോലീസ് ബോട്ടിനെ കെട്ടിവലിച്ച് കരയിൽ എത്തിച്ചു. സംഭവം അറിഞ്ഞ് പോലീസിന്റെ മറ്റൊരു ബോട്ടും എത്തിയിരുന്നു. മാള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമസഭ പദ്ധതി രൂപീകരണത്തിലൂടെ അപേക്ഷകൾ സ്വീകരിച്ച് ആ അപേക്ഷകളെല്ലാം ആ ഗുണഭോക്താക്കളെ അറിയിച്ച് അവരെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ഏതെല്ലാം ഉപകരണങ്ങളാണ് വേണ്ടതെന്നുള്ള നിശ്ചയിച്ചുകൊണ്ട് ഡോക്ടർ തന്ന ഏതാണ് അവർക്ക് ആവശ്യമെന്നുള്ള രീതിയിലേക്കാണ് പഞ്ചായത്ത് അതിന് ഫണ്ട് വകയിരുത്തിയത്. ആ വകയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഗുണഭോക്താക്കളെ അറിയിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്യുകയും അത് ഓർഡർ കൊടുക്കുകയും അത് ഇന്നാണ് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയം തന്നെ അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭരണസമിതി തീരുമാനമെടുത്തത്. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും
4,43,705 രൂപ ചെലവഴിച്ച് സർക്കാർ സ്ഥാപനമായ നിംപർ മുഖാന്തരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. രവീന്ദ്രൻ അധ്യക്ഷനായി. മാള ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബെന്നി, ജയ ബിജു, നബീസത്ത് ജലീൽ, പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ, മണിപ്പൂർ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ഡിവൈൻ വെൽനസ് സെന്റർ, സൗഖ്യം ആരോഗ്യ സേവ എന്നിവയുടെ സഹകരണത്തോടെ അന്നമനട ബ്രഹ്മകുമാരീസ് രാജയോഗ കേന്ദ്രത്തിൽ പ്രമേഹ രോഗികൾക്കായി മധുമേഹം എന്ന പേരിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. അന്നമനട ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോനിഷ MS ഉദ്ഘാടനം ചെയ്തു. 50 വയസ്സിന് ശേഷം വന്നിരുന്ന ഒരു അസുഖമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ ഒരു 30 വയസ്സിന് മേലെ ഉള്ള ആൾക്കാർക്ക് തന്നെ പ്രമേഹം എന്നുള്ള ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഇപ്പം നമ്മൾ OP ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു വേരിയേഷൻ ഒരു 3-4 വർഷം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. അതായത് എക്സസൈസ് ഇല്ലായ്മയും അതേപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പിറകെ പോകുന്നതിൻ്റെ ഒരു റീസൺ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പ്രമേഹ രോഗം ഉണ്ടാകുന്നത്. അപ്പം അതിനകത്ത് പല റീസൺസ് ഉണ്ട്. ഒന്ന് ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി ഫാക്ടർ. വീട്ടിൽ പാരമ്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രമേഹ രോഗത്തിന് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പ്രശസ്ത ഗവേഷകനും ജീവിതശൈലി പരിശീലകനുമായ ഡോക്ടർ BK വത്സരൻ ക്ലാസ് നയിച്ചു. സെന്റർ ഇൻചാർജ് BK അനിൽകുമാർ, വത്സരൻ, ബിന്ദു എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് സ്വദേശിയായ KSFE അസിസ്റ്റന്റ് മാനേജരിൽ നിന്നും 32,51,999 രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ പ്രതിയെ കൊല്ലത്ത് നിന്നും പിടികൂടി. ഏഴുകോൺ ഇരുമ്പനങ്ങാട് സ്വദേശി തയ്യൽ വീട്ടിൽ മുരുകദാസിനെയാണ് കൊല്ലം ഏഴുകോണിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്ന് 5 ലക്ഷം രൂപ കൊല്ലം അഞ്ചാലമൂട് പ്രാക്കുളം സ്വദേശി രോഹിണി നിവാസിൽ ശ്രീകുമാർ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങുകയും തുടർന്ന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ സൗകര്യമുള്ള ATM കാർഡുള്ള കോഴിക്കോട് ജില്ലയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുകയും ദുബായിലുള്ള ATM കൗണ്ടറുകളിൽ നിന്നും പിൻവലിച്ചതായും കണ്ടെത്തിയതിനെ തുടർന്ന് ശ്രീകുമാറിനെ ഈ കേസിൽ പ്രതി ചേർത്ത് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പ് നടത്തിയ പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി ഉപയോഗിച്ച ശ്രീകുമാറിന്റെ കൽക്കത്തയിലുള്ള ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് സഹായം നൽകിയതിനാണ് മുരുകദാസിനെ ഈ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർമാരായ ജിജേഷ് CP, തോമസ് PF, CPOമാരായ ധനേഷ് PS, അബീഷ് ഇബ്രാഹിം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. വെള്ളാങ്കല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 70 വയസ്സ് കഴിഞ്ഞ മുതിർന്നവരെ ആദരിച്ചു. PP ജോസ്, NR വിനോദ് കുമാർ, ജോയ് മൂത്തേടൻ, VT ജോർജ്, KA നജാഹ്, ജോൺസൺ ജോസഫ്, KV ജോമോൻ, CC അനിത, സതീഷ് കുമാർ, വിനോദ് കക്കറ, AK ഈനാശു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തായ്ലൻഡ് സന്ദർശനത്തിനിടെ യുവ ഡോക്ടർ മുങ്ങി മരിച്ചു. ചാലക്കുടി പോട്ട തച്ചുടപ്പറമ്പ് മുണ്ടക്കത്തുപറമ്പിൽ വീട്ടിൽ സദാനന്ദന്റെ മകൻ രാഹുലനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ 16 വരെയുള്ള ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് 5,92,22,035 രൂപയും 2 കിലോയിലേറെ സ്വർണവും 9 കിലോഗ്രാമിലേറെ വെള്ളിയും. ക്ഷേത്രത്തിൽ തുലാം 1 മുതൽ ദർശന സമയം കൂട്ടി. മാള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.